നമുക്ക് കഴിച്ചിട്ടും കുടിച്ചിട്ടും എങ്ങനെ ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ദാഹിക്കാറില്ല. ദാഹിക്കുന്ന സമയത്ത് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. സോ നമ്മൾ ഡീഹൈഡ്രേഷനിലേക്ക് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. ഹായ്, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലബ്. ദിസ് ദ പാർട്ട് 13 ഓഫ് അവർ ഹെയർ ഗ്രോത്ത് സീരീസ്. നമ്മളുടെ ഹെയർ ഗ്രോത്ത് സീരീസിലെ ബാക്കിയുള്ള പാർട്ട് 12 പാർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, മസ്റ്റ് ആയിട്ട് ആ പാർട്ട് കൂടി പോയി കാണാം. നമുക്ക് കഴിച്ചിട്ടും കുടിച്ചിട്ടും എങ്ങനെ ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ വരുന്ന കോമൺ മിസ്റ്റേക്സ്, ഇതെല്ലാമാണ് നമ്മളുടെ ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാണാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മുടെ ബാക്കിയുള്ള എപ്പിസോഡ്സ് കൂടി കാണും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദാഹിക്കാറില്ല. ദാഹിക്കുന്ന സമയത്ത് ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. അത് ശരിക്കും അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ദാഹിക്കുന്ന സമയത്ത് മാത്രമല്ല വെള്ളം കുടിക്കേണ്ടത്. നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ട് വാട്ടർ ബ്രേക്ക് നമ്മൾ തന്നെ വെക്കണം. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഇടവേളകളിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് ശരിക്കും അതിനൊരു പ്രോപ്പർ വേ എന്ന് പറയുന്നത്. ദാഹം തോന്നുന്ന സമയത്ത് തന്നെ നമ്മുടെ ബോഡി ഓൾറെഡി ഡീഹൈഡ്രേഷൻ ആയിട്ടുണ്ട്. ഡീഹൈഡ്രേറ്റഡ് ബോഡി ആയതിന്റെ ഒരു സിസ്റ്റമാണ് നമുക്ക് വരുന്ന ദാഹം എന്ന് പറയുന്നത്. സോ നമ്മൾ ഡീഹൈഡ്രേഷനിലേക്ക് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. അതിന് മുന്നേ തന്നെ നമ്മളൊരു വാട്ടർ ബ്രേക്ക് എടുത്തിട്ട് ഡീഹൈഡ്രേറ്റ് ആവാതെ നോക്കണം. ഡീഹൈഡ്രേറ്റഡ് ബോഡി എന്ന് പറയുന്നത് ഒരു ഡീഹൈഡ്രേറ്റഡ് സ്കാൽപ്പിന് ഈക്വൽ ആണ്. ഇപ്പൊ നമ്മൾ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറവാണെങ്കിൽ നമ്മുടെ ബോഡി, നമ്മുടെ ഹെയർ ഒക്കെ അതിന് കുറച്ച് സിംറ്റംസ് കാണിക്കും, കുറച്ച് സൈൻസ് കാണിക്കും. അതായത് ഒന്ന്, ഈ ഡൾ ആൻഡ് ഫ്രിസി ഹെയർ ആയിരിക്കും, ഹെയർ ബ്രേക്കേജ് കൂടുതലായിരിക്കും, ഹെയർ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. അതായത് വളരില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ന്യൂട്രീഷൻസ് ഒക്കെ ക്യാരി ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ വെള്ളം മര്യാദയ്ക്ക് കുടിക്കുന്നില്ല, നമ്മുടെ ബോഡിക്ക് ആവശ്യമായ വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് ബോഡി നമുക്ക് നമ്മളുടെ സ്കാൽപ്പിലേക്ക് വെള്ളം എത്തിക്കാം? നമുക്ക് പ്രോപ്പറായിട്ട് വാട്ടർ ഇൻടേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ കഴിക്കുന്ന പ്രോട്ടീൻ ആയിക്കോട്ടെ, വൈറ്റമിൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം സപ്ലിമെന്റ്സ്, ഈ ന്യൂട്രീഷൻ എല്ലാം നമ്മുടെ സ്കാൽപ്പിലേക്ക് എത്തണമെങ്കിൽ വെള്ളം വേണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വാട്ടർ ഇൻടേക്ക് ഇല്ല എങ്കിൽ ഇതെല്ലാം അതിന് കാണിക്കുന്ന സൈൻ ആണ്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട്, ഇതിപ്പോ ശരിക്കും സൈൻ കാണിക്കാതെ നിൽക്കണമെന്നില്ല. അതല്ലാത്ത നോർമൽ ആൾക്കാരാണെങ്കിൽ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നം വരാൻ വേണ്ടി പോണില്ല, ഒരു സൈഡ് എഫക്റ്റ് വരാൻ വേണ്ടി പോണില്ല. അപ്പൊ അതുകൊണ്ട് ഇനി നാളെ മുതൽ കറക്റ്റായിട്ട് വാട്ടർ ഇൻടേക്ക് പ്രോപ്പർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കാം. ഡെയിലി ഹൈഡ്രേഷനിൽ വരുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അതായത് വെള്ളത്തിന് പകരം വേറെ പല കാര്യങ്ങളും കുടിച്ചിട്ട് നമ്മൾ ഇത് വെള്ളം കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹൈഡ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതായത് ചായ കുടിച്ചു, കോഫി കുടിച്ചു, ഞാൻ വെള്ളം കുടിച്ചു എന്ന്. ചായ കോഫി ഈസ് നോട്ട് ഈക്വൽ ടു വാട്ടർ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു സമയത്ത് തന്നെ കുറെ വെള്ളം കുടിക്കാം. അങ്ങനെ കുടിച്ചിട്ടും കാര്യമില്ല. ബിസി ആയിപ്പോയി, ഇന്നത്തെ ഫുൾ ഡേ ഭയങ്കര ബിസി ആയിരുന്നു, അതുകൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പറ്റിയില്ല, വെള്ളം കുടിക്കാൻ ഓർമ്മ വന്നില്ല, വെള്ളം കുടിക്കാൻ മറന്നുപോയി. സീരിയസ്ലി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അതൊക്കെയാണ് നിങ്ങൾക്ക് പറ്റുന്നത് ശരിക്കും കോമൺ ആയിട്ട് ഈ ഒരു വാട്ടർ ഇൻടേക്ക് എടുക്കാത്ത ആൾക്കാർ പറ്റുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക്, ഡെയിലി വരുന്ന ഒരു മിസ്റ്റേക്ക് അതാണ്. പിന്നെ വേറൊരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതായത് എപ്പോഴും ഐസ് വാട്ടർ മാത്രം കുടിക്കാം. അതത്ര നല്ലതല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളെ മിസ്റ്റേക്സ് ആണ്. സോ നിങ്ങൾ അത് മനസ്സിലാക്കുക, മിസ്റ്റേക്സ് നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യാം, ഒരു പാഠം പഠിക്കാം, എന്നിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യാം. അതാണ് വാട്ടർ ഇൻടേക്ക് കുറിച്ച് നമുക്ക് പിന്നെ വലിയ ഡീറ്റെയിലിംഗ് ആയി നമുക്ക് പറയാനൊന്നുമില്ല. വെള്ളം കുടിക്കുക, ഇത് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ ഹൈഡ്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, പിന്നെ നമുക്ക് ഹൈഡ്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. അതായത് ഇടക്കിടക്ക് വാട്ടറിന്റെ സിപ്പ് എടുത്തോണ്ടിരിക്കാൻ. ഇടക്കിടക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഇടക്കിടക്ക് പക്ഷേ വാട്ടർ ഒരു സിപ്പ് 2 സിപ്പ് എന്ന് വെച്ചിട്ട് എടുത്തോണ്ടിരിക്കുക. പിന്നെ ഒരുപാട് വാട്ടർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം, ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഒരു ഡേ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതും അങ്ങനെയും നിങ്ങൾക്ക് നോക്കാം. ഇപ്പൊ ഞാനിപ്പോ നമ്മുടെ ഹെയർ ഗ്രോത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉലുവവെള്ളമാണ് കുടിക്കാറുണ്ട്. നിങ്ങൾക്ക് ഉലുവവെള്ളം കുടിക്കാം, നോർമൽ വെള്ളം കുടിക്കാം, ജീരക വെള്ളം കുടിക്കാം, അല്ലെ ആംല അലോവേര ജ്യൂസ് കുടിക്കാം. ഇതെല്ലാം ഹൈഡ്രേഷനെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസ് കുടിക്കാം. ഓക്കെ, അപ്പം കുക്കുംബർ ഇടക്കിടക്ക് കഴിക്കാം. ഇതൊക്കെ നമ്മൾ ഹൈഡ്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാജിക്കലി ഹെയർ ഗ്രോത്ത് സംഭവിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. പക്ഷേ വെള്ളം കുടിച്ചിട്ടില്ല എങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുമെന്നും നിങ്ങൾ ഒരിക്കലും ഉറപ്പുവരുത്തരുത്. പിന്നെ വെള്ളം കുടിച്ചിട്ടില്ല എങ്കിൽ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുമെന്നും നിങ്ങൾ വിശ്വസിക്കരുത്. പിന്നെ ഡ്രൈ ഹെയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രൊഡക്റ്റിന്റെ ഇഷ്യൂ ആയിരിക്കില്ല, നിങ്ങളുടെ ഹൈഡ്രേഷന്റെ ഇഷ്യൂ ആണ്. എടാ, സംടൈംസ് നിങ്ങളുടെ ഹെയറിന്റെ ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കില്ല ആവശ്യം ഉണ്ടാവുക, ജസ്റ്റ് വാട്ടർ, കുറച്ച് വെള്ളം ആയിരിക്കും വേണ്ടി വരിക. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യാൻ ഡെയിലി ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കൺക്ലൂഷൻ ഇത്രേ ഉള്ളൂ, വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക. ഇതിൽ കൂടുതൽ ഇന്നത്തെ വീഡിയോയിൽ വേറൊന്നും പറയാനില്ല. നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങളും എല്ലാം നമ്മളുടെ ഹെയറിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തണമെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള വെള്ളം വേണം. വെള്ളമില്ല എങ്കിൽ ഞാൻ പറഞ്ഞു ഡീഹൈഡ്രേഷൻ ഈസിക്കൽ ഡീഹൈഡ്രേറ്റഡ് സ്കാൽപ്പ് എന്നാണ്. സോ അത് നിങ്ങൾ കൺട്രോൾ ചെയ്യുക, അത് നിങ്ങൾക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു സീരീസിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ സീരീസ് ഒക്കെ ചെയ്യുന്നത് വെറുതെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന സീരീസിലോ അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിലോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മസ്റ്റാർ എനിക്ക് DM ചെയ്യാം. നമ്മളുടെ ഒരു ചാർട്ട്, നമ്മൾ ഒരു ഹെയർ ഗ്രോത്ത് ചാർട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫോളോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ റിസൾട്ട്സ് എന്തൊക്കെയാണെന്ന് എനിക്ക് മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ DM ചെയ്യുക, എത്രത്തോളം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്ന്. ഇനി ചേഞ്ചസ് ഇല്ല എങ്കിൽ നമുക്ക് അതിനുള്ള നെക്സ്റ്റ് സൊല്യൂഷൻ കാണണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് DM ചെയ്യാൻ വേണ്ടി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ചാർട്ട് ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എനിക്ക് DM ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചാർട്ട് അയച്ചുതരാം.
നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കണം. ബിക്കോസ് എന്റെ റിയൽ ഹെയർ ഗ്രോത്ത് ചെയ്യണമെങ്കിൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണത്. സോ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കൂ. വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചാർട്ടല്ല, സിംപിളി നമുക്ക് ഡെയിലി ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചാർട്ടാണ്. സോ എനിക്ക് DM ചെയ്യേണ്ടത് എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ് ഹെൽത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്കാൽപ് ഹെൽത്തും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് അറിയാം. അതിന്റെ ഡീറ്റെയിൽ ആയിരിക്കും നെക്സ്റ്റ് എപ്പിസോഡിൽ ഉണ്ടാവുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.